നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്. നമുക്ക് എല്ലാവർക്കും ചിലർക്ക് കാണുമ്പോൾ തന്നെ ഒരു അഭിപ്രായം ഉണ്ടാവും. ചിലർ കാണുന്നതിന് മുമ്പ് ഒരു അഭിപ്രായം മനസ്സിൽ രൂപീകരിച്ച് ഇന്നയാളാണെങ്കിൽ ഇന്ന സ്വഭാവമായിരിക്കും എന്ന് രൂപീകരിച്ചിട്ടായിരിക്കും നോക്കുന്നത്. ചിലര് പരിചയത്തിലൂടെ സഹവാ സഹവാസത്തിലൂടെ ഒപ്പം താമസിച്ച് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടാക്കിയെടുക്കുന്നവരായിരിക്കാം. അപ്പോ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് ശരിക്കുള്ള അഭിപ്രായം എന്താണ്? നിങ്ങൾക്ക് വ്യക്തിയെക്കുറിച്ച് അഭിപ്രായം ഉണ്ടാവും. അത് ചിലപ്പോൾ നിങ്ങൾ എല്ലാവരോടും പറയുന്നതായിരിക്കാം. നിങ്ങളുടെ വ്യക്തി ആരോടും പറയില്ലായിരിക്കും. നിങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം മനസ്സിൽ ഒതുക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല. ഞാൻ പെർഫെക്റ്റ് ആണ്, എൻ്റെ വ്യക്തി എന്നെ പെർഫെക്റ്റ് ആണ്, എൻ്റെ സൈഡിൽ ഒരു തെറ്റും ഇല്ല എന്നൊരു ചിന്തയായിരിക്കും നമുക്ക് എല്ലാവർക്കും. എന്നാലും അവർക്ക് എന്താണ് നിങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം? അതാണ് നമ്മൾ ചോദിക്കുന്നത്. 1, 2, 3 ഇതിൽ ഏത് നമ്പർ വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. നിങ്ങൾ നമ്പർ സെലക്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. നമുക്ക് ഓറക്കിൾ മെസ്സേജിലേക്ക് പോവാം. ഭഗവാനെ, ഓം നമഃ ശിവായ. 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 ഒരു കാർഡ് ഇവിടെ വന്നിട്ടുണ്ട്. ഓം നമഃ ശിവായ. ഇനി ഏതെങ്കിലും കാർഡ്സ് മാറിയോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, കുറച്ചധികം കാർഡ്സ് മാറിയിട്ടുണ്ട്. അപ്പൊ കുറച്ചധികം കാര്യങ്ങൾ ദൈവത്തിന് നിങ്ങളോട് പറയാനുണ്ട്. ഒന്നാമത്തെ കാർഡ് റീബർത്ത് ഓഫ് ലോർഡ് ഗണേശ. അത് വിട്ടുകളയുക. കറക്റ്റിംഗ് യുവർ മിസ്റ്റേക്സ്. It is the right time to accept your mistake and put your efforts in correcting those mistakes instead of regretting. അപ്പൊ നിങ്ങൾ ചെയ്തിട്ടുള്ള തെറ്റുകൾ നിങ്ങൾ മനസ്സിലാക്കുക. അത് ഏറ്റു പറയണമെങ്കിൽ ഏറ്റു പറയാം. എന്തായാലും മനസ്സിൽ കുറ്റബോധം കൊണ്ട് വെച്ചത് കൊണ്ട് മാത്രം ഇതിനൊരു സൊല്യൂഷൻ ആവില്ല. തെറ്റുകൾ നിങ്ങൾ മനസ്സിലാക്കി അത് തിരുത്താൻ ശ്രമിക്കണമെന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തെ കാർഡ്, ഇത് വളരെ ടോക്സിക് ആയ ഒരു അവസ്ഥയാണ്. നിങ്ങൾക്ക് അത് ഈ സിറ്റുവേഷനിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ ഇത് പയ്യെ നിങ്ങളെയും നിങ്ങളുടെ ചുറ്റുമുള്ളവർക്കും ദ്രോഹമായിട്ട് മാറുകയാണ് നിങ്ങളുടെ ഈ അവസ്ഥ, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒബ്സഷൻ എന്നാണ് പറയുന്നത്. മൂന്നാമത്തെ കാർഡ്, നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും ഡെഡിക്കേഷൻ, ആത്മാർത്ഥതയോടും സത്യസന്ധതയോടും ഫുൾ നിങ്ങളുടെ ഇൻവോൾവ്മെന്റ് അതിനകത്ത് ഉണ്ടാവണം എന്ന് പറയുന്നുണ്ട്. അടുത്ത കാർഡ്, ഡിവൈൻ ഗൈഡൻസ് നിങ്ങൾ ശ്രദ്ധിക്കണം. അത് ലൈറ്റ് ആയിട്ടും സൗണ്ട് ആയിട്ടും, നല്ല വെളിച്ചമായിട്ടും ശബ്ദങ്ങളായിട്ടും രണ്ടുപേര് സംസാരിക്കുന്നതായിട്ടും പിന്നെ പല മെസ്സേജസ് ആണ് ദൈവം നിങ്ങൾക്ക് തരിക. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് വളർത്തിയെടുക്കണം എന്നാണ് പറയുന്നത്. പിന്നെയുള്ളത് ഒബ്സഷൻ, അഡിക്ഷൻ. ഇത് ഈ ഒരു അഡിക്ഷൻ, നിങ്ങൾക്ക് ചിലരോട് ഒരു ഒബ്സഷൻ ഉണ്ടാവും. അവരെ നഷ്ടമാകാൻ സമ്മതിക്കില്ല. അവര് നിങ്ങൾക്ക് ദോഷമായിരിക്കും വരുത്തുന്നത്, എന്നാലും ഞാൻ വിട്ടു കൊടുക്കില്ല എന്നൊരു വാശി. അപ്പൊ ഒരു ഒബ്സഷൻ ആരോ ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. നിങ്ങളുടെ വ്യക്തിയോടായിരിക്കാം, വ്യക്തി നിങ്ങളുടെ തേർഡ് പാർട്ടി കണക്ഷൻ ആയിരിക്കാം, സ്വന്തം ലീഗൽ കണക്ഷൻ ആയിരിക്കാം, ഗേൾ ഫ്രണ്ട്, ബോയ് ഫ്രണ്ട്, ഹസ്ബൻഡ്, വൈഫ്, ആരെങ്കിലും ആയിക്കോട്ടെ കേട്ടോ. അപ്പൊ നമുക്ക് 1, 2, 3 റീഡിങ്ങിലേക്ക് പോവാം. ഓറക്കിൾ മെസ്സേജ് എല്ലാവർക്കും കൂടിയുള്ളതാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഒന്നാമത്തെ റീഡിങ്ങിലേക്കാണ് പോകേണ്ടത്. നമുക്ക് ആദ്യം നിങ്ങളെ അവരെങ്ങനെ നോക്കിക്കാണും എന്നാണ് നമ്മൾ നോക്കുന്നത്. എങ്ങനെയാണ് അവർ നിങ്ങളെ കാണുന്നത്? ഒരു വൈഫായിട്ടാണോ, ഹസ്ബൻഡ് ആയിട്ട്, എന്നുവെച്ചാൽ ജെൻഡർ അത് വിട്ടുകളയാം, എന്നാലും ഒരു പാർട്ട്ണർ ആയിട്ടാണോ, നല്ലൊരു ഫ്രണ്ട് ആയിട്ടാണോ? ഒരു ഹസ്ബൻഡും വൈഫും കൂടുതലും ഒരു ഭയങ്കരമായ പെർഫെക്റ്റ് ഫ്രണ്ട്ഷിപ്പ് ഹസ്ബൻഡും വൈഫും തമ്മിൽ പറ്റില്ല. എന്താന്ന് വെച്ചാല് നമ്മളെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ പറ്റില്ല. നമ്മളുടെ ഹസ്ബൻഡിനോടോ വൈഫിനോടോ ഗേൾ ഫ്രണ്ടിനോടോ ബോയ് ഫ്രണ്ടിനോടോ, ഫ്രണ്ടിനോട് നമുക്ക് എന്തും പറയാം. മനസ്സിലായോ? അപ്പോ എന്നാലും ഒരു പരിധി വരെയൊക്കെ ഹസ്ബൻഡും വൈഫും ഫ്രണ്ട്സ് ആണെങ്കിൽ വളരെ നല്ലതാണ്. അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് നല്ല ഫ്രണ്ട്സ് ആണെങ്കിൽ അത് വളരെ നല്ലതാണ്. രണ്ടുപേരും തമ്മിൽ മനസ്സിലാക്കുന്നവരും തമ്മിൽ സപ്പോർട്ട് കൊടുക്കുന്നവരുമാണെങ്കിൽ ഒരു വിശ്വാസം, ഞാൻ എന്ത് ചെയ്താലും ഈ വ്യക്തി എൻ്റെ കൂടെ ഉണ്ടാവും, അതിനപ്പുറം വേറെ ഒന്നും വേണ്ട. നമ്മൾ തെറ്റ് ചെയ്യണം എന്നല്ല പറയുന്നത്,
നമ്മളിപ്പോ അഥവാ അബദ്ധം ചെയ്തു കഴിഞ്ഞാൽ പോലും ഈ വ്യക്തി എന്നെ ഉപേക്ഷിക്കില്ല, എന്റെ കൂടെ നിൽക്കും എന്നൊരു വിശ്വാസമാണ് നമുക്ക് റിലേഷൻഷിപ്പിൽ ഏറ്റവും ഇമ്പോർട്ടന്റ്. മനസ്സിലായോ? അതാണ്. അപ്പൊ നിങ്ങള് ഒന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവരെ നിങ്ങളുടെ വ്യക്തി എങ്ങനെയാണ് കാണുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. എങ്ങനെയാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കാണുന്നത്? നിങ്ങളുടെ വ്യക്തി നിങ്ങളുമായിട്ട് വളരെ ഹാപ്പിയാണ്. ഇപ്പൊ ഈ വ്യക്തി, ഇത് 9 ഓഫ് കപ്സ് ആണ്, അപ്രൈറ്റ് ആണ് വന്നിരിക്കുന്നത്. ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, സോഡിയാക് സൈൻ ആണ്. ഈ വ്യക്തി വളരെ ഹാപ്പിയാണ് നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ എന്നാണ് കാണിക്കുന്നത്. നമുക്ക് നോക്കാം. എന്നുവെച്ചാൽ ഒന്ന് ക്ലാരിഫൈ ചെയ്തേക്കാന്ന് വിചാരിച്ചാണ്. ക്ലാരിഫൈ ചെയ്ത് കുളമാക്കാനല്ല. എന്തുകൊണ്ടാണ്? ഓക്കെ, ഇവിടെ മദർ ഓഫ് വാൻസ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. 8 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ഈ വ്യക്തി വളരെ സന്തോഷമായിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. എന്തൊക്കെ പ്രശ്നം ചുറ്റുപാടുണ്ടെങ്കിലും എന്തൊക്കെ അവർ സ്നേഹിക്കുന്ന ആള് തെറ്റ് ചെയ്താലും ഇവരെല്ലാം അംഗീകരിക്കും. അങ്ങനത്തെ ഒരിതാണ്. കുറ്റപ്പെടുത്തില്ല, മറ്റുള്ളവരോട് പറയില്ല, ഇവരെ നാണം കെടുത്താൻ ശ്രമിക്കില്ല. ഈ വ്യക്തി നിങ്ങളെ കണ്ട് ഇഷ്ടപ്പെട്ട് നിങ്ങളുമായിട്ട് ബന്ധം സ്ഥാപിച്ച ആളാണ്. അപ്പൊ ആ ഒരു ബോധം ഈ വ്യക്തിയുടെ, ഞാൻ കണ്ട് ഇഷ്ടപ്പെട്ടു, ചിലപ്പോൾ നിങ്ങളുടെ സ്വഭാവം മനസ്സിലായാലായിരിക്കും, എന്നാലും ഈ വ്യക്തി നിങ്ങളെ കണ്ട് ഇഷ്ടപ്പെട്ട ഒരു ബന്ധം സ്ഥാപിച്ചാണ്. ഗേൾഫ്രണ്ട്, ബോയ്ഫ്രണ്ട്, ഹസ്ബൻഡ്, വൈഫ് എന്തും ആയിക്കോട്ടെ, അപ്പോ തേർഡ് പാർട്ടി കണക്ഷനോ എന്തും ആയിക്കോട്ടെ, ഈ വ്യക്തി വളരെ ഹാപ്പിയാണ് നിങ്ങളെ കണ്ടു കിട്ടിയതിലും, നിങ്ങളുമായിട്ടൊരു റിലേഷൻഷിപ്പ്. പക്ഷെ നിങ്ങളുടെ സ്വഭാവം കാണിക്കുന്നത് കുറച്ചൊരു നെഗറ്റീവ് സ്വഭാവമായിട്ട്. ക്വീൻ ഓഫ് വാൻസ് റിവേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെയധികം അസഭ്യം പറയുന്ന ഒരു എനർജിയാണ്. ഒരു ആരെയും വകവയ്ക്കാത്ത, എല്ലാവരും ഇവരെയാണ് കുറ്റപ്പെടുത്തുന്നത്, ഇവരെ ആരും ഇവരോട് അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല. അതുപോലെ ഇവരെക്കാളും കുറച്ച് കുറച്ച് പ്രതികരിക്കാൻ കുറച്ച് സ്ലോ ആയ ആളുകളാണെങ്കിൽ അവരുടെ തലയിൽ കയറുന്ന ഒരു എനർജിയാണിത്. അപ്പൊ നിങ്ങളെ അങ്ങനെ ഒരു എനർജി ആയിട്ടാണ് ഈ വ്യക്തി പറയുന്നത്, ആവണമെന്നില്ല. മനസ്സിലായോ? അപ്പൊ ചുറ്റുമുള്ളവർ ഈ വ്യക്തിയോട് പറയുന്നുണ്ട് നിങ്ങൾ എങ്ങനെയാണ്, നിങ്ങൾ മറ്റുള്ളവരോട് നിങ്ങളുടെ വീട്ടുകാർ, അമ്മ, അച്ഛൻ, ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, പിന്നെ നിങ്ങളുടെ വീടിന് ചുറ്റുമുള്ളവര്, എല്ലാം നിങ്ങൾ എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് ഈ വ്യക്തിക്ക് അറിയാം. ഈ വ്യക്തിയോട് ചിലപ്പോൾ ആ സ്വഭാവം കാണിക്കുന്നുണ്ടാവില്ലായിരിക്കും. കാരണം ഈ വ്യക്തി അങ്ങനെ ഒരു സ്വഭാവം കാണിക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കുന്നില്ല. വളരെ കൺട്രോൾഡ് ആയ ഒരു എനർജിയാണ് ഈ വ്യക്തി എന്നാണ് പറയുന്നത്. നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നാട്ടുകാരും വീട്ടുകാരും അവരുടെ വീട്ടുകാരും എല്ലാം നിങ്ങളുടെ വീട്ടുകാരിൽ നിന്ന് അകന്ന് നിൽക്കുന്നവരാണ്. അപ്പോൾ നിങ്ങൾ ഈ വ്യക്തിയെ കിട്ടിയപ്പോ ഫ്രണ്ട്സിനെയും ഫാമിലിയും എല്ലാം ഉപേക്ഷിച്ചിട്ട് ഈ വ്യക്തിയുടെ കൂടെ പോകുന്ന ആളാണ്. അപ്പൊ അങ്ങനത്തെ നിങ്ങളെ എന്താണെന്ന് ഈ വ്യക്തിക്ക് അറിയാം. നിങ്ങൾ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും ഈ വ്യക്തിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. ഇമോഷണലി നിങ്ങൾ ഡിറ്റാച്ച്ഡ് ആണെന്നാണ് പറയുന്നത്. ഇവിടെ ഒരു നിങ്ങൾ എന്താ പറയാ, റിലേഷൻഷിപ്പിൽ നിന്ന് പല പ്രാവശ്യം ഇറങ്ങി പോകാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും വ്യക്തി നിങ്ങളോട് ചേർന്നാണ് നിൽക്കുന്നതെന്നാണ് ഈ വ്യക്തി പറയുന്നത്. എന്ന് വെച്ചാല് ഈ വ്യക്തിക്ക് നിങ്ങളെ കുറിച്ചുള്ള ആ ഫീലിങ്സ് വളരെ നല്ലതാണ്. നാട്ടുകാർ നിങ്ങളെ എന്ത് വേണം വിചാരിച്ചോട്ടെ, നിങ്ങളുടെ ബന്ധുക്കൾ എന്ത് വേണം വിചാരിച്ചോട്ടെ, പക്ഷെ ഈ വ്യക്തി നിങ്ങൾ എന്താണെന്ന് ഈ വ്യക്തിക്ക് അറിയാം. അത് ഈ വ്യക്തി ആക്സെപ്റ്റ് ചെയ്യുന്നു, അംഗീകരിക്കുന്നു. ഇവിടെ ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ക്യാൻസർ, പൈസസ്, സ്കോർപിയോ ആണ് വന്നിട്ടുള്ളത്. നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ് വ്യക്തിക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്? ഈ വ്യക്തി നിങ്ങൾ പറയുന്ന, ഇപ്പൊ നിങ്ങൾ മറ്റുള്ളവരെ കുറ്റം പറയുന്നുണ്ടെന്ന് വിചാരിക്കുക, അവരെന്നോട് അങ്ങനെ ചെയ്തു, ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ അത് മുടക്കി, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ശ്രദ്ധയോടെ കേൾക്കുന്ന, ആവശ്യത്തിന് മാത്രം സംസാരിക്കുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ വ്യക്തി. വളരെയധികം ജ്ഞാനമുള്ള ഒരാളാണ്. ഇവിടെ വെർഗോ, പൈസസ് വന്നിട്ടുണ്ട്. വളരെയധികം ജ്ഞാനമുള്ള ഒരാളാണ്. പക്ഷെ ഈ വ്യക്തിക്ക് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ, പ്രശ്നങ്ങളിൽ ഒരു ആങ്സൈറ്റി ഉണ്ട്, ഒരു ടെൻഷൻ ഉണ്ട്. നിങ്ങൾ ചെയ്ത് കൂട്ടുന്ന കാര്യങ്ങൾ ഈ വ്യക്തി നിങ്ങളോട് അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നില്ല. കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് അത് കേൾക്കുമ്പോൾ ദേഷ്യം വരും. അപ്പൊ അതുമല്ല, വേറൊരു കാര്യം വ്യക്തി ചിന്തിക്കുന്നത്, എല്ലാവരും നിങ്ങൾക്ക് എതിരാണ്, അത് നിങ്ങൾക്ക് അറിയോന്ന് അറിയില്ല നിങ്ങളുടെ ഈ സ്വഭാവം കൊണ്ട്. പക്ഷേ ഈ വ്യക്തി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും ഈ വ്യക്തിക്ക് എതിരാണ്. അപ്പൊ ഞാനെങ്കിലും സപ്പോർട്ട് ചെയ്യണം, ഞാൻ റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന ആളല്ലേ, അപ്പൊ ഞാൻ സപ്പോർട്ട് ചെയ്യണ്ടേ, ഞാൻ സപ്പോർട്ട് ചെയ്യാതിരുന്നാൽ ഇവർക്ക് എതിരായിട്ട് ഞാനും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാനും മറ്റുള്ളവരും തമ്മിൽ എന്താ വ്യത്യാസം? അങ്ങനെ ചിന്തിക്കുന്ന നല്ല മനസ്സുള്ള ഒരു എനർജിയാണ്. ഈ വ്യക്തിക്ക് രാത്രി ഉറക്കമില്ല. പ്രശ്നങ്ങൾ, പലരും പല കാര്യങ്ങളും നിങ്ങളെക്കുറിച്ച് ഈ വ്യക്തിയോട് പറയുന്നുണ്ട്. അതെല്ലാം ഉള്ളിൽ ഒതുക്കുന്ന ഒരു വ്യക്തിയാണ്. ഇങ്ങനെയുള്ള ആളുകളെ കണ്ടു കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ടോ എന്ന് അറിയില്ല. പക്ഷെ അങ്ങനെ ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ ആ വ്യക്തി പോകാനായിട്ടുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കരുത്. നല്ലൊരു എനർജിയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, വെർഗോ, പൈസസ്, അക്വേറിയസ്, ലിബ്ര, ജെമിനി.
അപ്പൊ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ വ്യക്തിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, അതുകൊണ്ട് ആദ്യം തന്നെ പറഞ്ഞു ഇഷ്ടമാണ്, എനിക്ക് കൂടെ നിൽക്കാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഈ വ്യക്തിക്ക് നിങ്ങളുമായിട്ടുള്ള ഫീലിങ്സ് പറയുമ്പോൾ സത്യമായ ഫീലിങ്സ് ആണ് ഈ വ്യക്തി പറയുന്നത്. നിങ്ങൾ ചെയ്യുന്ന തെറ്റാണെന്ന് അറിഞ്ഞാലും നിങ്ങളുടെ കൂടെ ഞാൻ നിൽക്കുമെന്നാണ് ഈ വ്യക്തി പറയുന്നത്. രാത്രി അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഈ വ്യക്തിക്ക് ടെൻഷൻ ഉണ്ട് നിങ്ങളുടെ പെരുമാറ്റം കൊണ്ടിട്ട്. ഈ വ്യക്തിക്ക് അംഗീകരിക്കാൻ പറ്റാത്ത തരത്തിലാണ് നിങ്ങൾ എല്ലാവരോടും, ചിലപ്പം സ്വന്തം അമ്മയോടും അച്ഛനോടും പോലും ബ്രദർ സിസ്റ്റേഴ്സിനോട് പോലും വളരെ സെൽഫിഷ് ആയിട്ടായിരിക്കും നിങ്ങൾ പെരുമാറുന്നത്. അത് ഈ വ്യക്തിക്ക് അറിയാം, തെറ്റാണെന്ന് അറിയാം. പക്ഷെ നിങ്ങൾ ഒരിക്കലും തിരുത്താൻ ശ്രമിക്കാറില്ല. കാരണം അത് ചെയ്തിട്ട് കാര്യമില്ല എന്നറിയാം. അതുകൊണ്ടാണ്. അതുമല്ല, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നം ഉണ്ടാകരുത് എന്നൊരു ചിന്ത ഈ വ്യക്തിക്കുണ്ട്. അതുകൊണ്ട് കൂടിയിട്ടാണ് നിങ്ങളെ ഒരിക്കലും തിരുത്താൻ ശ്രമിക്കാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ, റിലേഷന്റെ ഉദ്ദേശം എന്താണ്? ഈ വ്യക്തി ഈ റിലേഷൻഷിപ്പ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ വ്യക്തി ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് തീരുമാനം എടുത്തിട്ടില്ല. ഇതൊരു വലിയ ഡിഫിക്കൾട്ട് സിറ്റുവേഷൻ ആണ്. ഇപ്പൊ നിങ്ങൾ വിവാഹം ഫിക്സ് ചെയ്തിരിക്കുന്ന രണ്ടുപേരാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ലിവ് ഇൻ ടുഗെദർ ആണെന്ന് വിചാരിക്കുക. ഇനിയുള്ള സ്റ്റെപ്പ് ഒരു മാരേജ് ആയിരിക്കാം. എല്ലാവരും അൾട്ടിമേറ്റ്ലി മാരേജ് ആവണം എന്ന ചിന്തയിലാണ് ലിവ് ഇൻ ആണെങ്കിലും ഒരു റിലേഷൻഷിപ്പ് തുടങ്ങുന്നതല്ല. അപ്പോ ഈ ഒരു തീരുമാനം ഈ വ്യക്തി എടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. ഈ വ്യക്തി തീരുമാനം എന്താണ് ഈ റിലേഷൻഷിപ്പ് കൊണ്ട് ഈ വ്യക്തി ഉദ്ദേശിക്കുന്നത് എന്നുള്ള തീരുമാനം ഈ വ്യക്തി എടുത്തിട്ടില്ല. 2 ഓഫ് സ്വർഡ്സ് അത് ഭയങ്കരമായ ഡിഫിക്കൽട്ട് ആണ്. വ്യക്തിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ നിങ്ങളുടെ ചില സ്വഭാവങ്ങൾ വ്യക്തിക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്, ഇപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ട് ഈ വ്യക്തി, അഭിപ്രായമൊന്നും പറയുന്നില്ല, പക്ഷെ തീരുമാനം എടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പൊ തീരുമാനം എടുക്കാനുള്ള ഒരു അവസരം വരുമ്പോൾ അത് വ്യക്തി ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ വ്യക്തിയിൽ നിന്ന് ഇപ്പൊ ഒരു കമ്മിറ്റ്മെന്റ് കിട്ടിയിട്ടില്ല, വളരെ ക്ലോസ് ആണ്, നിങ്ങൾ ലിവ് ഇൻ റിലേഷൻഷിപ്പ് ആയിരിക്കാം. എന്തായാലും ഈ വ്യക്തി ഒരു ഡിസിഷൻ നിങ്ങളോട് പറയുന്നില്ല, നിങ്ങൾ ഫോഴ്സ് ചെയ്യരുത്. അപ്പോ ഈ വ്യക്തി ഒരു തീരുമാനം എടുക്കേണ്ടി വരും. ഇപ്പൊ തൽക്കാലം ഈ വ്യക്തി പോകുന്നത് വരെ പൊക്കോട്ടെ എന്നാണ്. കാരണം നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ എന്ത് പറഞ്ഞാലും ചില കാര്യങ്ങൾ അംഗീകരിക്കാൻ പറ്റുന്നില്ല. നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ മാറ്റില്ല. അപ്പൊ തീരുമാനം എടുക്കുക എന്നുള്ള, ഒരു ഭാര്യയാക്കുക, ഒരാളെ ഭർത്താവാക്കുക, ഒരു കമ്മിറ്റ്മെന്റ് റിലേഷൻഷിപ്പിലേക്ക് പോകുക എന്ന് വെച്ചാല് ഒരാളെ വിവാഹം കഴിക്കുമ്പോൾ നമ്മളുടെ ഫാമിലി ഇൻവോൾവ് ആണ്. നമ്മളുടെ ഫാമിലി, നമ്മളുടെ ഫ്രണ്ട്സ്, വർഷങ്ങളായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഉള്ള ആളുകളുണ്ട്, അയൽവാസികളുണ്ട്, നമ്മുടെ ഓഫീസിലുള്ളവരുണ്ട്, നമ്മളുടെ ഫാമിലിയിലെ കുറെ ബന്ധുക്കളുണ്ട്. ഇവരെല്ലാം നിങ്ങളെ അംഗീകരിക്കണം. അതാണ്. ആ ഒരു അംഗീകാരം നിങ്ങൾക്ക് കിട്ടില്ല, അതൊരു പ്രശ്നമാകും, റിലേഷൻഷിപ്പ് നഷ്ടമാകും എന്നൊരു ചിന്തയുള്ളതുകൊണ്ടാണ് ഈ വ്യക്തി തീരുമാനം എടുക്കാത്തത്. അപ്പൊ എന്താണ് ഉദ്ദേശം എന്നുള്ള തീരുമാനം വ്യക്തി എടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് നിങ്ങളെ കുറിച്ച് ഈ വ്യക്തിക്കുള്ള ശരിക്കുള്ള അഭിപ്രായം? ഈ വ്യക്തി ഈ അഭിപ്രായം ആരോടും പറയണമെന്നില്ല. നിങ്ങളെ കുറിച്ച് ഈ വ്യക്തി പറയുന്ന, ഇനിയും നിങ്ങൾ കുറെ പഠിക്കാൻ കിടക്കുന്നുണ്ട്, നിങ്ങൾ വളരെ ഇമ്മച്ചുവർഡ് ആയ ഒരു എനർജിയാണ്, നിങ്ങൾ കാര്യങ്ങളെ വളരെ ശ്രദ്ധയോടെ വീക്ഷിക്കുന്നില്ല. ഒരു സിറ്റുവേഷനെ നിങ്ങൾ കാര്യമായിട്ടെടുത്ത് ഈ സിറ്റുവേഷനിൽ ഞാൻ ഇങ്ങനെ പ്രതികരിച്ചാൽ എങ്ങനെ റിസൾട്ട് വരും, ഇങ്ങനെ പ്രതികരിച്ചാൽ എങ്ങനെ റിസൾട്ട് വരും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ല. മനസ്സിലായോ? നിങ്ങൾ കാണുന്നു, നിങ്ങൾക്ക് ഒരു കാര്യം തലയിൽ കയറുന്നു, അത് തന്നെ നിങ്ങളുടെ വായിൽ കൂടെ വാക്കുകളായിട്ട് വരികയാണ്. ഞാൻ ഈ വാക്കുകൾ യൂസ് ചെയ്താൽ അത് ആൾക്കാർ എന്നെ കുറിച്ച് എന്ത് ചിന്തിക്കും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ല എന്നാണ് വ്യക്തി പറയുന്നത്. ഇത് ചിന്തിക്കണം. അപ്പോൾ വ്യക്തി പറയുന്നത് നിങ്ങൾ വളരെ ഇമ്മച്ചുവർഡ് ആയ ഒരു എനർജി ആണെന്നാണ് വ്യക്തിയുടെ അഭിപ്രായം. ഇനിയും നിങ്ങൾ കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട് ജീവിതത്തിൽ. ഇരുന്ന് ആലോചിക്കണം, കുറച്ചും കൂടെ മെച്ചുവർഡ് ആവണം, ആൾക്കാരോട് കുറച്ചും കൂടെ സെൻസിറ്റീവ് ആയിട്ട് പെരുമാറണം. പിന്നെ ഇതൊരു ശുദ്ധഗതിയാണെന്ന് വെച്ചാൽ, ഞാൻ ഇങ്ങനെയൊക്കെ പറയും, എന്റെ സ്വഭാവം ഇതാണ്, എനിക്ക് പ്രശ്നമൊന്നുമില്ല, ആരെന്നെ കുറിച്ച് എന്ത് വിചാരിച്ചു, എങ്ങനത്തെ ഒരു ചിന്തയാണ്. പക്ഷെ ആ ഒരു ചിന്ത നിങ്ങളെ കൂടെ നിൽക്കുന്നവർക്കും കൂടെ നാണക്കേടാണ്. അത് കൂടെ നിൽക്കുന്നവരും അതിന്റെ ഭവിഷ്യത്തുകൾ സഹിക്കേണ്ടി വരും. ചിലപ്പോൾ നിങ്ങളുടെ സ്വഭാവം കൊണ്ട് നിങ്ങൾ ചിലപ്പോൾ അവരുടെ ഓഫീസിലുള്ള ആരെങ്കിലുമായിട്ട് വഴക്കിടുക, അയൽവാസികളായിട്ട് വഴക്കിടുമ്പോൾ ഈ ആരോടും വഴക്കിടാത്ത നിങ്ങളുടെ വ്യക്തിയും കൂടെ അതിനകത്ത് ഇൻവോൾവ് ആവുകയാണ്. മനസ്സിലാവുണ്ടോ? അപ്പോ ചുറ്റുമുള്ളവർ ഇവരോടും സംസാരിക്കുന്നില്ല, ഇവരെയും പുച്ഛിക്കുന്നു, ഇവരെയും കളിയാക്കുന്നു, ഇവരെയും അവഗണിക്കുന്നു, അങ്ങനെയുള്ള അവസ്ഥകളുണ്ട്. അപ്പൊ ഇതാണ് ഈ വ്യക്തി പറയുന്നത്, നിങ്ങൾ ഭയങ്കര ഇമ്മച്ചുവർഡ് ആയ ഒരു എനർജിയാണ്, കുറച്ചും കൂടെ മെച്ചുവർഡ് ആവാനുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതിന് സമയം തരും ഈ വ്യക്തി എന്നാണ് ഈ വ്യക്തി പറയുന്നത്. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ ആണിത് കേട്ടോ. 2 ഓഫ് സ്വേർഡ്സ് അക്വേറിയസ്, ലിബ്ര, ജെമിനി ആണ്. അപ്പൊ ഒന്നാമത്തെ റീഡിംഗ് ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനി നമ്മൾ രണ്ടാമത്തെ നമ്പർ എടുത്തവർക്കുള്ള റീഡിങ്ങിലേക്കാണ് പോകുന്നത്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുടെ റിസൾട്ട്സ് ഒന്നും നമുക്ക് അറിയില്ല. അപ്പൊ നമുക്ക് രണ്ടാമത്തെ റീഡിങ്ങിലേക്ക് പോവാം. രണ്ടാമത്തെ റീഡിങ്ങില് നിങ്ങളുടെ വ്യക്തി എങ്ങനെ കാണുന്നു അതാണ് നമ്മൾ നോക്കുന്നത്.
നമ്മളൊരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോഴേ കുറെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്, നമുക്ക് ഇഷ്ടമില്ലെങ്കിലും. ഭവാനി, അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നതെന്ന് ചോദിച്ചപ്പോ ഇവിടെ ഒരു കാർഡാണ് വന്നത്. ഡെത്ത് കാർഡാണ്. നിങ്ങൾ മരിച്ചു എന്നാണ് ഈ വ്യക്തി വിശ്വസിക്കുന്നത്. അപ്പൊ നിങ്ങളെ ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളാണ്, നിങ്ങൾ സ്നേഹിക്കുന്ന ഒരാളാണ്. പക്ഷെ ഈ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങൾ ഇല്ല, നിങ്ങൾ എന്ന് പറഞ്ഞ ഒരാള് ലോകത്ത് ഇല്ല എന്ന് വിശ്വസിക്കാനാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്. ഇത് എന്തുകൊണ്ടാണത്? അപ്പൊ നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ വ്യക്തിയുടെ പുറകെ നടക്കുന്നത്? ഇവിടെ ഹെർമിറ്റ് കാർഡ് റിവേഴ്സും 6 ഓഫ് പെന്റക്കിൾസ് റിവേഴ്സും ഒരു കാലത്ത് വളരെയധികം സ്നേഹിച്ചിരുന്ന രണ്ടുപേരാണ്. എന്തോ ഒരു കാരണം കൊണ്ട് രണ്ടുപേരും അകന്നു പോകും. ഈ വ്യക്തിക്ക് നിങ്ങളോട് ഭയങ്കര വൈരാഗ്യമാണ്, നിങ്ങളെ കണ്ടുകൂടാ. എന്ന് വെച്ചാൽ നിങ്ങൾ മരിച്ചതിന് തുല്യമാണ് ഈ വ്യക്തിക്ക്. അപ്പൊ നിങ്ങളെക്കുറിച്ച് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ, ഓ എന്നെ സംബന്ധിച്ച് അവർ മരിച്ചുപോയി, അവരായിട്ട് എനിക്കൊരു ബന്ധവുമില്ല, അവരെവിടെയാണെന്ന് അറിയില്ല, അവർ ജീവിച്ചാൽ എന്താ മരിച്ചാൽ എന്താ, ഇങ്ങനെ പറയുന്ന ഒരു വ്യക്തി. 6 ഓഫ് പെന്റക്കിൾസ് റിവേഴ്സ് ആണ്. ഷെയറിംഗ് ഇല്ല, ഒരു കാര്യവും വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ആഗ്രഹിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഹെർമിറ്റ് റിവേഴ്സ് ആണ്. ഹെർമിറ്റ് റിവേഴ്സ് എന്ന് പറയുമ്പം നിങ്ങളെക്കുറിച്ച്, നിങ്ങൾ എന്തുകൊണ്ട് അത് ചെയ്തു, നിങ്ങൾ എന്തുകൊണ്ട് ഇത് ചെയ്തു എന്നൊന്നും അനലൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. മനസ്സിലായോ? ഈ വ്യക്തി പണ്ട് നിങ്ങളിൽ നിന്ന് അകന്ന് നിന്നിരുന്ന ഒരു എനർജിയാണ്. നിങ്ങളുമായിട്ട് ഭയങ്കര സ്നേഹമായി, പ്രശ്നമായി. അപ്പൊ ചിലപ്പോ ഒരേ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന രണ്ടുപേരായിരിക്കാം. അപ്പൊ കാണേണ്ടി വരുന്നു, പക്ഷെ നിങ്ങളെ കാണാത്ത പോലെ നടക്കുമായിരുന്നു. ഇപ്പൊ വ്യക്തി ആ ഒരു സിറ്റുവേഷനിലല്ല. കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ പോയി എന്നാണ് പറയുന്നത്. ഇപ്പൊ നിങ്ങളെന്നുള്ള ഒരാള് ഈ വ്യക്തിക്ക് കണ്ണിന് മുമ്പിലോ നിങ്ങളെ കണ്ടാൽ പോലും നിങ്ങളെ കണ്ടില്ല എന്ന് നടിച്ചു പോകാൻ, അല്ലെങ്കിൽ മനസ്സിലാവണോ നിങ്ങൾക്ക് ഞാൻ പറയുന്നത്? നമ്മൾ ചിലവര് അത്ര വൈരാഗ്യമാകുമ്പോഴത്തേക്കും നമ്മള് ഇപ്പൊ ഒരു ഗ്രൂപ്പിൽ നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ നിങ്ങളോട് സംസാരിക്കില്ല ഈ വ്യക്തി. നിങ്ങൾ ഒരേ ഗ്രൂപ്പിലുള്ള ആളുകളാണെങ്കിൽ സംസാരിക്കില്ല. ഫാമിലി ഫ്രണ്ട്സ് ആണെങ്കിൽ നിങ്ങളെ കണ്ട ഭാവം നടിക്കുന്നില്ല ഈ വ്യക്തി. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഈ വ്യക്തിയുടെ ഇപ്പോ നിങ്ങളോടുള്ളത്. വെർഗോ, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, സ്കോർപിയോ അങ്ങനെ ചെയ്യാറുണ്ട്. എന്നുവെച്ചാൽ സ്കോർപിയോ അവർ ഭയങ്കര സെൻസിറ്റീവ് ആണ്. സ്കോർപിയോൻ ആവണം എന്നില്ല. ഇവിടെ സ്കോർപിയോ വന്നുകൊണ്ട് പറയാണ് അവർ ഭയങ്കര സെൻസിറ്റീവ് ആയ ആളുകളാണ്. അപ്പൊ അവരെന്താ, നിങ്ങൾ നോക്കി ചിരിച്ചൊക്കെ സംസാരിക്കുകയാണെങ്കിൽ പോലും അവരുടെ ഉള്ളിൽ ദുഃഖം ഉണ്ടെങ്കിൽ അവർ കാണിക്കില്ല. പിന്നെ അവര് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ അങ്ങനെ കട്ട് ഓഫ് ചെയ്ത്, എന്ന് വെച്ചാൽ മുറിച്ചു മാറ്റും. നിങ്ങളെന്ന ആളെ ഫിസിക്കലി മുറിക്കല്ല, ആ ഒരു കണക്ഷൻ അങ്ങനെ തന്നെ കട്ട് ചെയ്ത് കളയും. അവർക്ക് അത് പറ്റും. പിന്നെ ഒരിക്കലും അവർ ആ വഴിക്ക് വരില്ല. അങ്ങനെയാണ് സ്കോർപിയനെ കണ്ടുകൊണ്ടാണ്. അപ്പൊ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് സ്കോർപിയൻ ആയിരുന്നു എന്ന് എനിക്കറിയില്ല. എന്താണ് ഇവർക്ക് നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ്? അപ്പൊ നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ വ്യക്തിയുടെ പുറകെ ഇപ്പോഴും നടക്കുന്നത്? പിന്നെയും വെർഗോ പറഞ്ഞു, പക്ഷെ ഈ വെർഗോ ഇപ്പോ അപ്രൈറ്റ് ആണ്. 8 ഓഫ് പെന്റക്കിൾസ് ആണ്. നിങ്ങളെ ഈ വ്യക്തിക്കുള്ള ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളോട് ഒരു ഫീലിങ്സും ഇല്ല. അങ്ങനെ തന്നെ നിങ്ങളുമായിട്ടുള്ള ആ ചാപ്റ്റർ അടച്ചു മൂടി കുഴിച്ചിട്ട പോലെയാണ്. പിന്നെ ഒന്നുമില്ല, കഴിഞ്ഞു, എൻഡ്. അതാണ് ഇവരുടെ പരിപാടി. അപ്പൊ ഇവർക്ക് വെർഗോ ഉണ്ട്, ഹെർമിറ്റ് മോഡിലാണ് ഇത് കാണിക്കുന്നത്. ഇവരുടെ ഫീലിങ്സ്, ഒരു ഫീലിങ്സും ഇല്ല നിങ്ങളോട് ദേഷ്യവും ഇല്ല, വൈരാഗ്യവും ഇല്ല, സ്നേഹമില്ല, നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല. അതാണ് ഈ മെയിൻ തീം ഇതിനകത്ത്. പിന്നെ ഉള്ളത്, നിങ്ങളെ ഡിറ്റാച്ച് ചെയ്തു, അബാൻഡൻ ചെയ്തു, കംപ്ലീറ്റ് ആയിട്ട് അബാൻഡൻ ചെയ്തു. ഇപ്പൊ ഒറ്റയ്ക്കാണെന്നാണ് പറയുന്നത്. രാത്രി ഇറങ്ങി പോകുന്ന ഒരാളാണ്, തിരിച്ചു വരാൻ വേണ്ടി പോയതല്ല, കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് പോയതാണ്. ഇപ്പൊ ഈ വ്യക്തി സ്വന്തം കാര്യമാണ് നോക്കുന്നത്. നിങ്ങളുടെ കാര്യത്തിനെ കുറിച്ച് ഒന്നും അന്വേഷിക്കേണ്ട കാര്യം. ചിലപ്പോൾ ഇത് നിങ്ങളുടെ ഭർത്താവോ ഭാര്യയോ ആയിരിക്കാം, കുട്ടികളൊക്കെ ഉണ്ടാവായിരിക്കാം. എന്നാലും ഈ വ്യക്തി നിങ്ങളെക്കുറിച്ചോ ആ ഒരു അവസ്ഥയെക്കുറിച്ചോ നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നു ഒന്നും അറിയണ്ട വ്യക്തിക്ക്. കംപ്ലീറ്റ് ആയിട്ട് പോയി. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ഇത് വെർഗോ ആണ്, ഇത് ക്യാൻസർ, പൈസസ്, സ്കോർപിയോ ആണ്. ഈ ഒരു ഫീലിങ്സും ഇല്ല നിങ്ങളോട്. അതാണ് നിർവികാരത എന്ന് നമ്മൾ പറയില്ല, അതാണ് ഏറ്റവും വൃത്തികെട്ട ഒരു അവസ്ഥയാണത്. നമ്മളോട് ദേഷ്യം ഉണ്ടെങ്കിൽ പിന്നെയും നമുക്കത്, ആ ദേഷ്യം ഇറങ്ങുമ്പോൾ നമ്മളോട് പിന്നെയും സംസാരിക്കാൻ തുടങ്ങും. ഇത് ഒരു നിർവികാരതയാണെന്നാണ് പറയുന്നത്. റിലേഷന്റെ ഉദ്ദേശം എന്തായിരുന്നു വ്യക്തിക്ക്? ഈ റിലേഷൻ കൊണ്ട് ഈ വ്യക്തി ഉദ്ദേശിച്ചിരുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്കത് മനസ്സിലാകാതെ പോയിട്ടുണ്ടാവാം. ചിലപ്പോൾ നിങ്ങൾ ചെറുപ്രായത്തിലായിരിക്കും ഈ ബന്ധം തുടങ്ങിയത്. അപ്പൊ നിങ്ങൾക്ക് ബന്ധങ്ങളെ കുറിച്ചുള്ള വലിയ അറിവൊന്നും ഇല്ലായിരുന്നിരിക്കാം. ഈ വ്യക്തിയുടെ ഉദ്ദേശം, പിന്നെ സ്കോർപിയോ വന്നിട്ടുണ്ട് ഇവിടെ, ജഡ്ജ്മെന്റും എംപററുമാണ്. ഈ വ്യക്തി നിങ്ങളെ, എന്താ പറയാ, നിങ്ങളാണ് ബെസ്റ്റ്. ഈ വ്യക്തിക്ക് വളരെയധികം ചൂസിയാണ്. അപ്പോ നിങ്ങളെ പല ചോയ്സിൽ നിന്ന് ഒരാളെ തെരഞ്ഞെടുത്തതാണ് ഈ വ്യക്തി എന്നാണ് പറയുന്നത്. അപ്പോ
അതുപോലെ തന്നെ ചിലപ്പോൾ ഈ വ്യക്തിയുടെ അച്ഛന്റെ ഒരു അനുഗ്രഹം കൂടി ഉണ്ടായിരുന്നു റിലേഷൻഷിപ്പിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വ്യക്തി നിങ്ങളിൽ ചെറിയ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ക്ഷമിക്കാനും സഹിക്കാനും ഒക്കെ ഈ വ്യക്തി തയ്യാറായിരുന്നു. അപ്പോ നിങ്ങളുമായിട്ടുള്ള ബന്ധം എന്ന് വെച്ചാൽ ഈ വ്യക്തിക്ക് എപ്പോഴും ഒരു ഒരു എന്താ പറയാ, മുഷിഞ്ഞ ഒരു തുണി കിട്ടുകയാണെങ്കിൽ അത് അലക്കി നമുക്ക് വൃത്തിയാക്കി പെർഫ്യൂമൊക്കെ അടിച്ച് നല്ല അടിപൊളിയായിട്ട് എല്ലാം ഇട്ട് നല്ലോണം ഉണക്കി നല്ല വൃത്തിയാക്കി എടുക്കാം. അത് ഈ വ്യക്തിയുടെ മനസ്സിലുള്ളതാണ്. ഒരു കഴിവില്ലാത്ത ഒരാള്, ഒരു അധികം വലിയ പെർഫെക്റ്റ് എന്ന് വെച്ചാൽ ജോലിയിൽ അധികം ഒരു തുടങ്ങിയ അവസ്ഥ, ജോലിയിൽ കയറുമ്പോൾ നമ്മൾ പ്രൊബേഷൻ പീരീഡിലാണ്, അപ്പൊ നമുക്കൊരു ട്രെയിനറെ കിട്ടും. അതുപോലെയാണ് ഈ വ്യക്തി നിങ്ങളെ പെർഫെക്റ്റ് ആക്കി എടുക്കണം എന്ന ഒരു പരിപാടിയും കൊണ്ട് ആണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത്. എല്ലാത്തിലും അവിടെ ഇവിടെ കയറി എല്ലായിടത്തും ഒക്കെ കയറി അഡ്വൈസ് ചെയ്യുന്ന ഒരാള്. അങ്ങനെ ചെയ്താൽ കൊള്ളു. കാരണം പെർഫെക്ഷൻ ആണ് മനസ്സിൽ. അപ്പൊ ഇങ്ങനെ ചെയ്താൽ പറ്റില്ല, ഇങ്ങനെ ചെയ്താൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. അപ്പൊ എന്ത് കാര്യത്തിലും നിങ്ങളെ ജഡ്ജ് ചെയ്യുക. അപ്പൊ നിങ്ങൾ മോൾഡബിൾ, ആ വ്യക്തിയുടെ ആവശ്യാനുസരണം നിങ്ങളെ മോൾഡ് ചെയ്തെടുക്കുക. നമ്മൾ എങ്ങനെയാണ് ഈ വാക്സിന്റെ പ്രതിമയൊക്കെ ചില ഇതുണ്ടാവും, മോൾഡ് ഉണ്ടാവും, അതിനകത്ത് ഒഴിച്ചിട്ട് ആ ഷേപ്പിലാക്കി എടുക്കുക. അപ്പൊ നിങ്ങളെ കുറിച്ച് ഈ വ്യക്തി വിചാരിച്ചത് ഈ വ്യക്തിയുടെ ആഗ്രഹം അനുസരിച്ചിട്ടുള്ള ഒരാളാക്കി നിങ്ങളെ കൊണ്ടുവരാം. അപ്പൊ വളരെ ചെറുപ്പത്തിലെ നിങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ കയറിയതായിരിക്കാം. അപ്പോ ഈ വ്യക്തിയുടെ ഇഷ്ടാനുസരണമുള്ള ഒരാളാക്കി എടുക്കാമെന്നൊരു വിശ്വാസം ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഞാനാണ് ഈ കാര്യങ്ങളൊക്കെ തീരുമാനം, നിങ്ങൾ എന്ത് കഴിക്കണം, നിങ്ങൾ എന്ത് വസ്ത്രം ധരിക്കണം, നിങ്ങൾ എവിടെ പോകണം, ആരോട് സംസാരിക്കണം, എല്ലാം ഈ വ്യക്തി തീരുമാനിക്കും. അങ്ങനത്തെ ഒരു എനർജി ആയിരുന്നു, അതായിരുന്നു ഉദ്ദേശം. എന്ന് വെച്ചാല് ചിലര് പറയും, എന്താ പറയാ, ഇന്നത്തെ കാലത്ത് എല്ലാവരും മറ്റുള്ളവർ പറയുന്നതാണ്, എല്ലാവരും എന്താ പറയാ, ചെറുതായിരിക്കുമ്പോ തന്നെ എല്ലാവരും റിലേഷൻഷിപ്പിലേക്ക് പോകും. അപ്പൊ വളരെ പൊടിയാകുമ്പോ തന്നെ നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കണം കല്യാണം എന്ന് ചിലർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ വ്യക്തിയെ വളരെ ചെറുപ്പത്തിലേ ഈ വ്യക്തിയുമായിട്ടുള്ള ബന്ധത്തിൽ വന്നതാണ്. അപ്പൊ ഈ വ്യക്തിയുടെ മനസ്സിലുള്ള ഒരു രൂപം ഉണ്ടായിരുന്നു, എന്റെ വൈഫ് അല്ലെങ്കിൽ ഹസ്ബൻഡ്, ഗേൾഫ്രണ്ട്, ബോയ്ഫ്രണ്ട് ഇങ്ങനെ ആയിരിക്കണം. അപ്പൊ അതനുസരിച്ച് നിങ്ങളുടെ പെരുമാറ്റം ട്രെയിൻ ചെയ്ത് നിങ്ങളെ അങ്ങനത്തെ ഒരു ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ വ്യക്തി ശ്രമിച്ചതെന്നാണ്. അതായിരുന്നു ഈ വ്യക്തിയുടെ ഉദ്ദേശം. ഇവിടെ സ്കോർപിയോയും ഏറീസുമാണ്. വളരെ ചക്രവർത്തിയുടെ പോലത്തെ ഒരു എനർജിയാണിത്. എന്ന് വെച്ചാല് ചക്രവർത്തി വിചാരിക്കുന്നതാണ് പെർഫെക്റ്റ്, മറ്റുള്ളവർ അതനുസരിച്ച് നടന്നോണം. ഇതായിരുന്നു വ്യക്തിക്ക് നിങ്ങളുമായിട്ടുള്ള ഉദ്ദേശം എന്നാണ് പറയുന്നത്. എന്താണ് നിങ്ങളെ കുറിച്ചുള്ള, അപ്പൊ അത് നടന്നില്ല, അതുകൊണ്ടുള്ള ദേഷ്യമായിരിക്കാം ചിലപ്പോൾ. നിങ്ങൾ മുതിർന്നപ്പോ നിങ്ങൾക്ക് കാര്യത്തിനെ കുറിച്ച് ബോധം വന്നപ്പോ ഞാൻ എന്തിനൊക്കെ ചെയ്യണത്, എനിക്കൊരു ഐഡന്റിറ്റി ഇല്ലേ എന്ന് വെച്ച് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് പെരുമാറാൻ തുടങ്ങിയപ്പോഴായിരിക്കും പ്രശ്നം തുടങ്ങിയത്. അറിയില്ല എനിക്ക്. എന്തായാലും എന്താണ് നിങ്ങളെ കുറിച്ചുള്ള അഭിപ്രായം? ഈ വ്യക്തി പറയുന്നത് നിങ്ങൾ ഭയങ്കരമായിട്ട് എന്ന് വെച്ചാല് ചില സമയത്ത് നമ്മൾ മറ്റുള്ളവരെ മുഷിപ്പിക്കാതിരിക്കാൻ ആദ്യമൊക്കെ നിങ്ങൾ പോട്ടെ വ്യക്തി പറയുന്നല്ലേ അത് ചെയ്യാം എന്നൊക്കെ വെച്ച് നിങ്ങൾ ചെയ്തത്. അപ്പൊ നിങ്ങൾ വ്യക്തിയെ മാനിപ്പുലേറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ശരിക്കുള്ള സ്വഭാവം മറച്ചു വെച്ചിട്ട് നിങ്ങൾ കപടമായ സ്നേഹമാണ് ഈ വ്യക്തിയോട് കാണിച്ചതെന്നാണ് ഈ വ്യക്തി പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് വളരെയധികം മജീഷ്യനാണ്. മജീഷ്യൻ എന്ന് പറഞ്ഞാൽ കൺകെട്ട് വിദ്യക്കാരനാണ്. എന്ന് വെച്ചാല് ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി കാണിക്കുന്ന ഒരു എനർജി. അപ്പൊ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു എനർജി ഉണ്ടെന്നാണ് ഈ വ്യക്തി പറയുന്നത്. ഇത് നിങ്ങൾ കുറെ അഭിനയിക്കുന്ന ടൈപ്പ് ആളാണ്. കാര്യം നടക്കാൻ വേണ്ടി മറ്റുള്ളവരെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വളരെയധികം അവരെന്താണോ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരാളാണെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയാണ് ഈ വ്യക്തിക്ക് മണ്ടത്തരം പറ്റിയതെന്നാണ് ഈ വ്യക്തി പറയുന്നത്. വ്യക്തി വിചാരിച്ച് നിങ്ങൾ വ്യക്തിയോടുള്ള സ്നേഹം കൊണ്ടും വിധേയത്വം കൊണ്ടും ആ വ്യക്തി പറയുന്നത് അങ്ങനെ തന്നെ പെരുമാറിയിരുന്നു. അപ്പൊ വ്യക്തി വിചാരിച്ചത് നിങ്ങൾ ശരിക്കും ഈ വ്യക്തിയെ ഭയങ്കര സ്നേഹമാണ്, ഭയങ്കര റെസ്പെക്റ്റ് ആണ് നിങ്ങൾക്ക്, അതുകൊണ്ടാണ് ഈ വ്യക്തി പറയുന്ന പോലെ തന്നെ നിങ്ങൾ പ്രവർത്തിച്ചതെന്നാണ് വ്യക്തി. പിന്നീടാണ് വ്യക്തിക്ക് മനസ്സിലായത് വ്യക്തി വെറുതെ നിങ്ങളുടെ ഇഷ്ടമുണ്ടായിട്ടല്ല ചെയ്തത്, ഈ വ്യക്തി ചെയ്യുന്ന എല്ലാം പൊട്ടത്തരമാണ്. പിന്നെ തൽക്കാലത്തേക്ക് ഈ വ്യക്തി, അപ്പൊ നിങ്ങൾ ആരോടെങ്കിലും അബദ്ധത്തിൽ പറഞ്ഞിട്ടുണ്ടാവും, ഇത് ഈ വ്യക്തിയുടെ ചെവിയിലെത്തിയിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വ്യക്തി പറയുന്നത് നിങ്ങൾ കപടമായി ഭയങ്കരമായിട്ട് അഭിനയിക്കുന്ന ഒരാളാണ്, നിങ്ങളെ വിശ്വസിക്കാൻ പറ്റില്ല, നിങ്ങള് തരം പോലെ പെരുമാറുന്ന ഒരു എനർജിയാണെന്നാണ് ഈ വ്യക്തി പറയുന്നത്. ആണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ വ്യക്തിയുടെ അഭിപ്രായമാണ് ഇവിടെ കാണിക്കുന്നത്. ജെമിനി സോഡിയക് സൈൻ ആണിത്. അപ്പൊ ഇതാണ് രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ്. ഇനി നമ്മള് മൂന്നാമത്തെ നമ്പർ സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള റീഡിങ്ങിലേക്കാണ് പോകുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. നിങ്ങളെ എങ്ങനെയാണ്, മൂന്നാമത്തെ നമ്പർ സെലക്ട് ചെയ്തവരെ നിങ്ങളുടെ വ്യക്തി എങ്ങനെ നോക്കിക്കാണുന്നു, അതാണ് നമ്മൾ നോക്കുന്നത്.
ഓം ശിവായ. ഇവിടെ ഈ എനർജിക്ക് ഒരു 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 എന്നൊരു ഒരു ഇത് വരില്ലേ, ഓ എന്നൊരു എനർജിയാണ് ഇവിടെ വരുന്നത്. കിട്ടിയാ കിട്ടി, പോയാ പോയി എന്ന് പറയില്ല അതുപോലെ. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ എങ്ങനെ നോക്കി കാണുന്നു? ഇവിടെ വെർഗോവും ടോറസ് വെർഗോ കാപ്രിക്കോണും ആണ് വന്നിട്ടുള്ളത്. വെർഗോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കാൻ ആഗ്രഹിക്കുന്ന, ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യുന്ന, ഒറ്റയ്ക്ക് സ്ഥലങ്ങളിൽ പോകുന്ന, ഷോപ്പിങ്ങിന് പോകുന്ന, ആരുടെയും സപ്പോർട്ട് നിങ്ങൾക്ക് വേണ്ട, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ റിലേഷൻഷിപ്പ് വേണ്ടാന്നല്ല കേട്ടോ. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യാൻ അറിയാം. വളരെ മെച്ചുവേർഡ് ആയ ഒരു എനർജി ആയിട്ടാണ് നിങ്ങൾ എനർജി കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഒരു കാര്യം ചെയ്യുമ്പോൾ വളരെയധികം ചിന്തിച്ചിട്ടേ കാര്യങ്ങൾ ചെയ്യുള്ളൂ. എടുത്തുചാട്ടം നിങ്ങൾക്ക് ഇല്ല എന്നാണ്. അതൊക്കെ നല്ല സ്വഭാവമാണ്. എടുത്തുചാട്ടമില്ല, വളരെ ഹാർഡ് വർക്കിംഗ് ആണ് നിങ്ങൾ. ഒരു ഗോൾ ഉണ്ട് നിങ്ങൾക്കെങ്കിൽ അതിലേക്ക് എത്തിപ്പെടാൻ മാക്സിമം എന്തൊക്കെ ചെയ്യണം അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യും. അതിനെക്കുറിച്ച് മറ്റുള്ളവർക്ക് എന്താണ് എക്സ്പീരിയൻസ് അതൊക്കെ നിങ്ങൾ അറിയും. അപ്പൊ വളരെ thorough ആയിട്ട് ഒരു കാര്യത്തെക്കുറിച്ച് വളരെ ഡീപ്പായിട്ട് ചിന്തിച്ച് കാര്യങ്ങൾ നടത്തുന്ന ഒരു എനർജി ആയിട്ടാണ് നിങ്ങളെ കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ റിലേഷൻഷിപ്പിൽ കയറിയാലും ലോങ് ടേം ആണ് നിങ്ങളുടെ പ്ലാൻ. സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. തമാശയ്ക്ക് നിങ്ങൾ ഒന്നിലും കയറാറില്ല, തമാശയ്ക്ക് നിങ്ങൾ ഒന്നും ചെയ്യാറില്ല. അങ്ങനെ തമാശയ്ക്ക് ആരെങ്കിലും വന്നാൽ നിങ്ങൾ അതിൽ നിന്ന് ഒഴിഞ്ഞു പോകുമെന്നാണ് ഈ വ്യക്തി പറയുന്നത്. അങ്ങനെയാണ് നിങ്ങളെ കാണുന്നത് ഈ വ്യക്തി. നല്ലതാണ്. നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ് ഈ വ്യക്തിക്ക്? ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്? ഇവിടെ 7 of Wands-ഉം 10 of Wands-ഉം ആണ് വന്നിരിക്കുന്നത്. ഈ വ്യക്തി പറയുന്നത് ചില സമയത്ത് നിങ്ങൾ ഭയങ്കര എന്താ പറയാ, ഭയങ്കര ഡിഫെൻസീവ് ആണ്. എന്ന് വെച്ചാൽ നിങ്ങൾ stubborn ആണ്. നിങ്ങളുടെ സ്വഭാവം, നിങ്ങൾക്ക് കുറെ അഭിപ്രായങ്ങളുണ്ട്. നിങ്ങൾ ആര് പറഞ്ഞാലും നിങ്ങൾക്ക് കൂടെ സ്വീകാര്യമല്ലെങ്കിൽ നിങ്ങൾ അതിനെ എതിർക്കും. നിങ്ങൾക്കൊരു സ്റ്റാൻഡ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നുന്ന കാര്യം മറ്റേയാൾ അത് തെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അത് ഡിഫെൻഡ് ചെയ്യും. ഇല്ല, ഇതാണ് എനിക്കറിയാം, ഞാൻ ഇത് അന്വേഷിച്ച് കണ്ടെത്തിയതാണ്, ഞാൻ അങ്ങനെ ചെയ്താണ്, ഇങ്ങനെ ചെയ്താണ്, എന്റെ അഭിപ്രായം ഇതാണ്, ഞാൻ ഇതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയാൻ മടിയില്ലാത്തൊരു എനർജിയാണ് നിങ്ങൾ. ചില സമയത്ത് ഈ ഒരു നിങ്ങളുടെ സ്വഭാവം ഈ വ്യക്തിക്ക് ഒരു തലവേദന 10 of Wands വന്നിട്ടുണ്ട്. ഇതൊരു ഭയങ്കര പ്രശ്നമായിട്ട് ഈ വ്യക്തിക്ക് തോന്നാറുണ്ട്. എന്ന് വെച്ചാൽ ഈ വ്യക്തിയും ചെയ്തിട്ടുണ്ടാവാം ഈ റിസർച്ച് ഒക്കെ. അപ്പൊ ഈ വ്യക്തിക്ക് എക്സ്പീരിയൻസ്, നമ്മൾ ചിലപ്പോൾ റിസർച്ച് ചെയ്താലും എന്ത് ചെയ്താലും പേഴ്സണൽ എക്സ്പീരിയൻസ്, നമ്മൾ ചെയ്തിട്ട് ഒരു കാര്യം ചെയ്തിട്ട് അതിൽ നിന്നും കിട്ടുന്ന നമുക്ക് അറിവുണ്ടല്ലോ, അതും മറ്റുള്ളവരുടെ അറിവ് ചെയ്തത് കണ്ട് അവരുടെ അറിവ് കണ്ട് നമ്മൾ പഠിക്കുന്നത് വ്യത്യാസമുണ്ട്. ഇത് നമ്മൾ നേരിട്ട് അനുഭവിക്കുന്നത് അത് പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. മറ്റേത് ആരുടെയോ എക്സ്പീരിയൻസ് നമ്മൾ വിചാരിക്കുകയാണ്, കടമെടുക്കുകയാണ്. അപ്പൊ ഈ വ്യക്തി പറയുന്ന നിങ്ങൾ മറ്റുള്ളവരുടെ എക്സ്പീരിയൻസ് കടമെടുത്തിട്ട് സംസാരിക്കുമ്പോൾ ഈ വ്യക്തി ചെയ്തിട്ടുള്ള കാര്യങ്ങളുടെ എക്സ്പീരിയൻസ് കൊണ്ട്, പേഴ്സണൽ എക്സ്പീരിയൻസ് കൊണ്ടാണ് സംസാരിക്കുന്നത്. അപ്പൊ നിങ്ങൾ തമ്മിൽ എപ്പോഴും ക്ലാഷ് ഉണ്ടാവും. നിങ്ങൾ തമ്മിൽ എപ്പോഴും നിങ്ങൾ തെറ്റാണ് ഞാൻ ശരിയാണ് എന്നൊക്കെ പറഞ്ഞ് വളരെയധികം തർക്കം ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഇത് ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ആണ്. അപ്പൊ അതിലൊരു ഒരു 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 ചെറിയൊരു പ്രശ്നം ഉണ്ടെന്ന് വ്യക്തി പറയുന്നുണ്ട്. ഈ റിലേഷൻ കൊണ്ട് നിങ്ങളുടെ വ്യക്തിയുടെ ഉദ്ദേശം എന്താന്ന് നമുക്ക് നോക്കാം. ഈ റിലേഷൻഷിപ്പ് കൊണ്ട് നിങ്ങളുടെ വ്യക്തി എന്താണ് ഉദ്ദേശിക്കുന്നത്? ഡെവിൾ എനർജിയാണ്. കാപ്രിക്കോൺ സോഡിയാക് സൈൻ ആണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോ ഇവിടെ ഈ വ്യക്തി നിങ്ങളുമായിട്ട് വളരെ ഒബ്സെസ്ഡ് ആണ് ഈ വ്യക്തി. അപ്പോ നിങ്ങളുമായിട്ട് ഒബ്സെസ്ഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര തലവേദനയാണ്. ഈ റിലേഷൻഷിപ്പ് തന്നെ ഈ വ്യക്തിക്ക് ഒരു ഭയങ്കരമായ തലവേദനയായിട്ട് മാറും. നിങ്ങളുമായിട്ട് ഭയങ്കര ഒബ്സഷൻ ആണ് വ്യക്തി, നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. ഇതൊരു റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി കണക്ഷൻ ആണോ, മാരീഡ് ആണോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഈ റിലേഷൻഷിപ്പിൽ ഈ വ്യക്തിക്ക് നിങ്ങളില്ലാതെ പറ്റില്ല. നിങ്ങളുമായിട്ട് വളരെ നിങ്ങളെ ഉപേക്ഷിക്കാൻ പറ്റില്ല. നിങ്ങൾ പോകുമെന്നൊരു ചിന്ത വന്നാലും, നിങ്ങൾ ഇത്രയൊക്കെ ഉപദ്രവിച്ചാലും ഈ വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ച് പോകില്ല. പോകുമെന്ന ചിന്ത വന്നാലും ഈ വ്യക്തിക്ക് ഭയങ്കര ടെൻഷനാണ്. അപ്പൊ നിങ്ങളുമായിട്ട് ഭയങ്കരമായ ഒബ്സസ്ഡ് ആണ്. നിങ്ങളുടേതായിട്ടുള്ള ഈ റിലേഷൻഷിപ്പ് കൊണ്ട് രാത്രി ഉറക്കമില്ല. ഇത് നിങ്ങളുമായിട്ടുള്ള ഈ റിലേഷൻഷിപ്പ് പോകുമോ എന്നൊരു ചിന്തയുണ്ട് ഈ വ്യക്തിക്ക്. കാരണം നിങ്ങളിൽ നിന്ന് ഈ വ്യക്തിക്ക് കുറെ പഠിക്കാനുണ്ട്. അതുപോലെ നിങ്ങളെ കുറെ പഠിപ്പിക്കാനുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഈ റിലേഷൻഷിപ്പ് ഇടയ്ക്ക് നിന്ന് പോകുമോ? കാരണം നിങ്ങൾ വളരെയധികം ഇൻഡിവിജ്വൽ ആയ ഒരു എനർജിയാണ്, വളരെയധികം ഐഡന്റിറ്റി ഉള്ള ഒരാളാണ്. അപ്പൊ ഈ വ്യക്തിയിൽ കംപ്ലീറ്റ്ലി നിങ്ങൾ ഡിപ്പെൻഡഡ് അല്ല അതാണ് ഈ വ്യക്തി ട്രൈ ചെയ്യുക. നിങ്ങളെ ഈ വ്യക്തിയിൽ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡഡ് ആക്കാൻ വേണ്ടി ഈ വ്യക്തി ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾ അതിനകത്ത് വീഴുന്നില്ല. നിങ്ങൾ നിങ്ങളുടേതായ അഭിപ്രായമുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നു, നിങ്ങൾക്ക് ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ട്. കംപ്ലീറ്റ്ലി ഈ വ്യക്തിയുടെ കൂടെ അല്ല നിങ്ങൾ.
ഇപ്പൊ നിങ്ങൾ കല്യാണം കഴിച്ചവരാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടേതായ ജോലിയുണ്ട്, നിങ്ങളുടെ കൊളീഗ്സ് ഉണ്ട്, അവരോട് കറങ്ങാൻ പോവുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളാണ് നിങ്ങൾ. അപ്പൊ ഈ വ്യക്തിക്ക് നിങ്ങൾ എന്താന്ന് മനസ്സിലായിട്ടില്ല. അപ്പൊ ഈ വ്യക്തിയുടെ കംപ്ലീറ്റ് കൺട്രോളിൽ കൊണ്ടുവരണം എന്ന ഒരു ആഗ്രഹമുണ്ട്. അതിനാണ് നിങ്ങളുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതാണ് നിങ്ങളെ കംപ്ലീറ്റ്ലി ആയിട്ട് കൺട്രോൾ ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട് ഈ വ്യക്തിക്ക്. അങ്ങനെയാണെങ്കിൽ എന്താണ് നിങ്ങളെക്കുറിച്ചുള്ള ശരിക്കുമുള്ള അഭിപ്രായം? ഈ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് ശരിക്കുമുള്ള അഭിപ്രായം എന്താണ്? നിങ്ങളൊരു സ്റ്റാർ ആണെന്നാണ് ഈ വ്യക്തി പറയുന്നത്. നിങ്ങളുമായിട്ട് ഈ വ്യക്തിക്ക് ഒരു പണ്ടെങ്ങോ കണ്ടുമറന്ന ആളുകളായിട്ട് ഈ വ്യക്തിക്ക് വളരെയധികം അടുപ്പമുണ്ടായ ഒരാളുമായിട്ടുള്ള സാദൃശ്യമോ നിങ്ങളുടെ പെരുമാറ്റമോ എന്തോ ഈ വ്യക്തിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് കൊടുക്കുന്നുണ്ട്, നിങ്ങളെ പണ്ടേ പരിചയമുള്ള പോലെ. അപ്പൊ ചിലപ്പോ നിങ്ങൾ രണ്ടുപേരും വളരെയധികം യോജിപ്പോടെ കാര്യങ്ങൾ ഒരേപോലെ ഇപ്പോ എർത്ത് സയൻസ് എല്ലാവർക്കും ഈ സ്റ്റെബിലിറ്റി, ക്ഷമ എന്ന് വെച്ചാല് ഒരാൾ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ യെസ് ഓർ നോ പ്രതീക്ഷിക്കുമ്പോൾ പക്ഷെ ആലോചിച്ച് പറഞ്ഞെന്ന് വെച്ചാല് അവര് ഒരു എർത്ത് സൈൻ മറ്റേ എർത്ത് സൈൻ ആ സമയം കൊടുക്കും. കാരണം അവർക്കറിയാം എല്ലാ കാര്യവും ലോങ് ടേമിലുള്ള കാര്യങ്ങൾ എപ്പോഴും നമ്മൾ എടുത്തു ചാടി തീരുമാനിക്കരുത്, ആലോചിച്ച് തീരുമാനിക്കണമെന്ന്. അപ്പോൾ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. പക്ഷെ ഒരു ഫയർ സൈൻ, ഇപ്പൊ നാളെ പറയാന്ന് പറഞ്ഞാൽ ഫയർ സൈൻ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു ചോദിക്കും തീരുമാനമായോ. എയർ സൈനും അതുപോലെ തന്നെയാണ്, ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു ചോദിക്കും തീരുമാനമായോ. എർത്ത് സൈൻ ഇങ്ങനെ പൗട്ട് ചെയ്യുന്നു, സമയത്ത് കിട്ടിയില്ലെങ്കിൽ വിളിച്ചിട്ട് എടുത്തില്ലെങ്കിലൊക്കെ വാട്ടർ സൈന് ടെൻഷൻ ആവും, അങ്ങനത്തെ ഒരു ഇമോഷണൽ പ്രശ്നം ഉണ്ടാവും, ഇമോഷണൽ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ തുടങ്ങും. അപ്പൊ അതൊന്നുമല്ല ഇത് അപ്പൊ ഒരേ ഗ്രൂപ്പിലുള്ള ഇപ്പൊ എർത്ത് സൈൻ, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ ഇവര് പേരും തമ്മിൽ ഏകദേശം ഒരേ സ്വഭാവമായിരിക്കും, ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അതുപോലെ ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, വാട്ടർ സൈൻ അവർക്കും ഏകദേശം ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങളും ഈ വ്യക്തിയുമായിട്ട് നല്ല അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. നിങ്ങളെ ഒരു സ്റ്റാർ ആയിട്ടാണ് വ്യക്തി കാണുന്നത്. എന്ന് വെച്ചാൽ നിങ്ങളിപ്പോ ചിലപ്പോ ഒരു യൂട്യൂബർ ആയിരിക്കാം, ഒരു ബ്ലോഗ് ചെയ്യുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളൊരു ആക്ട്രസ് ആയിരിക്കാം, ആക്ടർ ആയിരിക്കാം, മനസ്സിലായി, കുറച്ച് ഫെയിം ഉള്ള 4 പേര് കണ്ടാൽ തിരിച്ചറിയുന്ന, കാണാൻ മോശമല്ലാത്ത ഒരു എനർജി ആയിരിക്കാം നിങ്ങൾ. അപ്പൊ നിങ്ങൾ ഒരു സ്റ്റാർ ആയിട്ടാണ് ഈ വ്യക്തി. എന്ന് വെച്ചാൽ നിങ്ങളുമായിട്ട് ഒരു ബന്ധമുണ്ടെന്ന് 4 പേരോട് പറയാൻ ഈ വ്യക്തിക്ക് ഭയങ്കര ക്രെഡിറ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ വ്യക്തി നിങ്ങളുമായിട്ടുള്ള ബന്ധം പോകുന്നൊരു ടെൻഷൻ ഉള്ളത് കേട്ടോ. അപ്പൊ നിങ്ങളെ കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ് വ്യക്തിക്ക്. നിങ്ങളുടെ പോസിറ്റീവ് സ്വഭാവം, നെഗറ്റീവ് സ്വഭാവം ഉണ്ടാകും ബോധറിലുള്ള വ്യക്തി, പക്ഷെ നിങ്ങളുമായിട്ട് വളരെയധികം ആത്മബന്ധമുള്ള ഒരാളാണ്. നിങ്ങളെ കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ്. നിങ്ങളൊരു സ്റ്റാർ ആയിട്ടാണ് കാണിക്കുന്നത്. ഇത് അക്വേറിയസ് സോഡിയാക് സൈൻ ആണ്, സ്റ്റാർ ആണ് നിങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പോ ഇത് 6 ഓഫ് കപ്സ് ആണ്. 6 ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ കൊടുക്കൽ വാങ്ങലുകൾ, നിങ്ങൾ തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകൾ ഈക്വൽ ആണ്. രണ്ടുപേരും കൂടുതൽ കൊടുക്കുന്നുമില്ല, കുറച്ച് കൊടുക്കുന്നുമില്ല, ഒരു മീഡിയം, നിങ്ങളുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ കൂടുതൽ എക്സ്പെക്ടേഷനും ഇല്ല രണ്ടുപേരും തമ്മിൽ. നിങ്ങൾ കൊടുക്കുന്നത് ഈ വ്യക്തിക്ക് ഓക്കെ ഇത് മതി. അതുപോലെ തന്നെ സാറ്റിസ്ഫാക്ടറി ആണ് റിലേഷൻഷിപ്പ്, അതാണ് ഇവർ പറയുന്നത്. അപ്പൊ ഇതാണ് ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, അക്വേറിയസ്. ഇത് അക്വേറിയസ്, ലിബ്ര, ജെമിനായി, കാപ്രിക്കോൺ, അങ്ങനെയാണ്. അപ്പൊ ഇതാണ് മൂന്നാമത്തെ നമ്പറിന്റെ റീഡിംഗ്. ഇതുവരെ എന്റെ റീഡിംഗ് കണ്ടുകൊണ്ടുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും അനുഗ്രഹിച്ചു തരാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും ഒരു റീഡിംഗുമായിട്ട് വരാം. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. നമസ്കാരം.